ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അൻസിസ് യമ്മി കിച്ചൺ ആൻഡ് വ്ളോഗ്സ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി ഇളനീർ പുഡിങ്ങിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഇതിപ്പോൾ 2 ലെയറായിട്ട് ചെയ്യുന്ന ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഇളനീർ പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ്. ആദ്യം തന്നെ നമുക്ക് വേണ്ടത് ഇളനീരാണ്. ഞാനിപ്പോൾ ഒരു മീഡിയം സൈസിലുള്ള 2 ഇളനീരാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അധികം മൂക്കാത്ത ഇളനീരാണെങ്കിൽ അതായിരിക്കും ബെസ്റ്റ്. എനിക്കിപ്പോൾ കിട്ടിയത് ഒരു മീഡിയം സൈസിൽ ഒന്ന് ചെറുതായിട്ട് മൂത്തിട്ടുണ്ട്, എന്നാൽ ഒന്ന് അത്യാവശ്യം ടെൻഡറായിട്ട് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയുള്ളതാകുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ പുഡിങ്ങിന്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് അതൊക്കെ ഒന്ന് വെള്ളവും കാമ്പും ഒക്കെ ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഞാനിതാ വെള്ളമൊക്കെ അരിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്, അതുപോലെ കാമ്പൊക്കെ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഈ കാമ്പൊക്കെ നമുക്കൊന്ന് പേസ്റ്റ് ആക്കിയെടുക്കണം. അതുപോലെ കുറച്ച് നമ്മുടെ ജെല്ലിയിലേക്ക് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കുകയും വേണം. ആദ്യം തന്നെ നമുക്ക് വെള്ളം നമ്മൾ അതിൻ്റെ വെള്ളം വേറെ തന്നെ നമ്മളൊരു ജെല്ലിയാക്കി എടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിലേക്ക് ഞാൻ ഒരു 3 ടേബിൾ സ്പൂൺ ജെലാറ്റിൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ആദ്യം തന്നെ ഒന്ന് സോക്ക് ചെയ്ത് വെക്കണം. ജെലാറ്റിന് സോക്ക് ചെയ്തിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. അതുപോലെ ഞാൻ അതിൽ നിന്ന് കുറച്ച് ഭാഗം എടുത്തിട്ട് നമ്മുടെ ജെല്ലിയിലേക്ക് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് കട്ട് ചെയ്ത് മാറ്റി വെക്കുന്നുണ്ട്. ബാക്കി പൾപ്പാണ് നമ്മൾ പേസ്റ്റാക്കി എടുത്ത് വെക്കേണ്ടത്. ഇനി നമ്മൾ പൾപ്പ് പേസ്റ്റാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ ഒരു പാക്കറ്റ് പാൽ യൂസ് ചെയ്തിട്ട് പൾപ്പാക്കി എടുത്ത് വെച്ചതാണ്, വെള്ളമൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ നല്ലപോലെ പേസ്റ്റാക്കി എടുത്ത് വെച്ചിട്ടുള്ളതാണ്. ഇനി നമ്മൾ 1/2 ലിറ്ററിൻ്റെ ഒരു പകുതി പാക്ക് പാൽ കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, ക്രീം മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മളെ പൾപ്പ് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. നല്ലപോലെ തിള വന്ന ശേഷം നമുക്കിതിലേക്ക് നേരത്തെ നമ്മൾ പേസ്റ്റാക്കി വെച്ച പൾപ്പിലേക്ക് ആവശ്യത്തിന് ഷുഗറും നമ്മുടെ മധുരത്തിനനുസരിച്ചിട്ട് ഷുഗറും മിൽക്ക് മെയ്ഡും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആദ്യം തന്നെ മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുത്ത ശേഷം നിങ്ങളുടെ മധുരം പാകത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നതായിരിക്കും നന്നാവുക. അപ്പോൾ ചിലർക്ക് നല്ല മധുരത്തിലായിരിക്കും പുഡിങ് ഇഷ്ടം, എന്നാൽ ഒരു മീഡിയം മധുരത്തിൽ ഇഷ്ടമുള്ളവർക്ക് ആ ഒരു മിൽക്ക് മെയ്ഡ് ഒഴിച്ച ശേഷം ഷുഗർ ഇട്ട് കൊടുക്കുന്നതായിരിക്കും ബെസ്റ്റ്. പിന്നെ ഇതിലേക്ക് നമ്മൾ നല്ലപോലെ തിളച്ച ശേഷമാണ് ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക, നമ്മുടെ ഷുഗറൊക്കെ ഒന്ന് അലിഞ്ഞ് വരുന്ന ഒരു സമയത്തിന്. പിന്നെ ഇത് അധികം തിളയ്ക്കാനായിട്ട് വെക്കരുത്, ജസ്റ്റ് ഒരു തള വന്ന് തുടങ്ങുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യണം. പിന്നെ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോഴത്തേക്കും നമ്മൾ നേരത്തെ ഇപ്പോൾ ഞാനൊരു 10 ഗ്രാമിൻ്റെ ചൈന ഗ്രാസ് കുതിർത്ത് വെച്ചത് മെൽറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ചൈന ഗ്രാസും നമ്മൾ അതേപോലെ ഈ ഒരു മിക്സ് ഓഫ് ചെയ്ത ശേഷം മാത്രമാണ് നമ്മൾ രണ്ടും കൂടെ മിക്സ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മുടെ പാലൊക്കെ ഒന്ന് പിരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇതൊന്ന് ജസ്റ്റ് തള വരുമ്പോൾ നമ്മൾ ഓഫ് ചെയ്യുക, എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഓഫ് ചെയ്ത ശേഷം നമ്മളിത് തണുക്കാനായിട്ട് മാറ്റി വെക്കുകയല്ല ചെയ്യേണ്ടത്, ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ മെൽറ്റായിട്ടുള്ള ചൈന ഗ്രാസും കൂടെ ഇതിലേക്ക് മിക്സ് ചെയ്ത് നല്ല പോലെ ഇളക്കി കൊടുക്കണം. അപ്പോൾ നമ്മൾ കുറച്ച് ടൈം എടുത്ത് തന്നെ നല്ല മിക്സാക്കി എടുക്കണം, എന്നാലാണ് നമ്മളെ പുഡിങ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടുക. ഇപ്പോൾ ഞാനൊരു 10 ഗ്രാമിൻ്റെ പാക്കറ്റാണ് സാധാരണ നമുക്ക് നാട്ടിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്നത്. അപ്പോൾ ആ ഒരു 10 ഗ്രാം കംപ്ലീറ്റ് ആയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചൈന ഗ്രാസൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുത്തത് നല്ല പോലെ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. പിന്നെ ഇത് മിക്സ് ചെയ്ത ശേഷം ഞാനിതൊന്ന് അരിച്ചിട്ടാണ് പുഡിംഗ് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അരിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, എന്നാലും ചൈന ഗ്രാസിൻ്റെ കുറച്ച് പാട്ടും അതേപോലെ ചിലപ്പോൾ നമ്മുടെ ഇളനീറിൻ്റെ കാമ്പൊക്കെ കാണും. അപ്പോൾ അതൊക്കെ നല്ലപോലെ ഒന്ന് അരിച്ചെടുത്ത ശേഷം നമുക്ക് ഒഴിച്ചു കൊടുത്താൽ നല്ല ഫ്രഷ് ആയിട്ട് കിട്ടും. ഇത് ജെലാറ്റിനാണ്, ഞാൻ മെൽറ്റ് ചെയ്യാൻ വെച്ചതാണ്. നമ്മൾ കോക്കനട്ട് വാട്ടർ എടുത്ത് വെച്ചിട്ടില്ലേ, നമ്മൾ ഇളനീറിൻ്റെ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വെള്ളം നമ്മൾ ജെല്ലിയാക്കി
എടുക്കുന്നുണ്ട്. അപ്പോൾ അതിനേക്കുള്ള ജലാറ്റിൻ ആദ്യം തന്നെ ഒന്ന് മെൽറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇളനീർ വെള്ളം നല്ലപോലെ തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് തിളയ്ക്കാനേ പാടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മളതിന് മുന്നേ നമ്മൾ ജലാറ്റിനൊക്കെ മെൽറ്റ് ചെയ്ത് ജസ്റ്റ് ആ ചൂടോടെ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് മിക്സ് ചെയ്യാൻ ഈസി ആയിരിക്കും. ഇനി നമ്മൾ ഒരു പാത്രത്തിലേക്ക് നമ്മൾ ടെൻഡർ കോക്കനട്ട് വാട്ടർ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ പാകത്തിനുള്ള ഷുഗറും കൂടെ ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ നമ്മുടെ ടെൻഡർ കോക്കനട്ട് വാട്ടറിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ മെൽറ്റ് ചെയ്ത ജലാറ്റിനും കൂടെ മിക്സ് ചെയ്യുക. നമ്മൾ ജസ്റ്റ് തിളയ്ക്കുന്നതിന് മുന്നേ ഓഫ് ചെയ്യണം വെള്ളം. അതിന് ശേഷമാണ് നമ്മളതിലേക്ക് മെൽറ്റ് ചെയ്ത ജലാറ്റിന് ആഡ് ചെയ്യുന്നത്. എന്നിട്ട് നല്ലപോലെ നമ്മൾ മിക്സ് ചെയ്തുകൊണ്ടേയിരിക്കണം. അത് കട്ടായി പോകാതിരിക്കാനും പിന്നെ നല്ലപോലെ ജലാറ്റിനും വെള്ളമായിട്ട് മിക്സ് ആവാനും കൂടെ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ ഈ ഒരു വാട്ടറിലേക്ക് നമ്മൾ വേറെ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. ഫ്ലേവറിന് വേണമെങ്കിൽ ഏലക്കായൊക്കെ ചേർത്ത്, പക്ഷേ ഇങ്ങനെ തന്നെ അതിൻ്റെ ആ ഒരു നാച്ചുറൽ ഫ്ലേവർ പോകാണ്ടിരിക്കാനാണ് നമ്മൾ തിളപ്പിക്കാതെ ഓഫ് ചെയ്തിട്ട് വേഗം ജലാറ്റിനോ, ഇനിയിപ്പോൾ അതിന് പകരം നമ്മൾ ചൈന ഗ്രാസ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അത് മതി. അതും നമ്മൾ ഏകദേശം ഒരു 8 ഗ്രാമോളം ചൈന ഗ്രാസ് ഇത്രയും ഒരളവിലേക്ക് എടുക്കണം. അപ്പോൾ ഇത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ തീ ഓഫ് ചെയ്തതിന് ശേഷം മിക്സ് ചെയ്ത് എടുത്തിട്ട് നല്ലപോലെ മിക്സായ ശേഷം ഒന്ന് ചൂടാറിയ ശേഷം മാത്രമാണ് നമ്മൾ നേരത്തെ സെറ്റാക്കി വെച്ചിട്ടുള്ള ഇളനീർ പൾപ്പിൻ്റെ ആ ഒരു ലെയറിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇത് സൈഡിലേക്കൊക്കെ നമ്മളിങ്ങനെ കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കുന്നതായിരിക്കും നന്നാവുക. അതുകൊണ്ട് മറ്റേതും ഭയങ്കര സോഫ്റ്റ് ആണല്ലോ നമ്മളെ പുഡിങ്. അപ്പോൾ അതൊന്നും പൊട്ടിപ്പോവാതെയൊക്കെ നമ്മൾ ഇങ്ങനെ കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് എടുക്കുന്നതായിരിക്കും നന്നാവുക. നമ്മുടെ സൈഡിലൂടെ ഒഴിച്ചാൽ നമ്മുടെ താഴെയും ഈ ഒരു കോക്കനട്ട് വാട്ടറിൻ്റെ ഒരു ലെയർ നമുക്ക് കിട്ടും കേട്ടോ. അതിലൂടെ നമ്മളെ വാട്ടറൊക്കെ ഇറങ്ങി ചെന്നിട്ട് ഇതിങ്ങനെ ഇതിൽ പൊങ്ങിയിട്ട് താഴെ ചെറിയൊരു ലെയറും അതുപോലെ തന്നെ ഇതിൻ്റെ മുകളിലും ചെറിയൊരു ലെയറായിട്ട് ഇങ്ങനെ സൈഡിലൂടെയൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുത്താൽ നമുക്ക് കിട്ടും. അപ്പോൾ നല്ല ഭംഗിയായിരിക്കും നമ്മുടെ പുഡിങ് കാണാനായിട്ട്. അപ്പോൾ ഈ വാട്ടറൊക്കെ നമ്മൾ ഒഴിച്ചു കൊടുത്ത ശേഷം നമ്മൾ നേരത്തെ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് കട്ട് ചെയ്ത് വെച്ച ഇളനീരിൻ്റെ ചെറിയ പീസസ് അതിലേക്കൊന്ന് ഇട്ട് കൊടുത്താൽ നല്ല ഭംഗിയാണ്. അതിൽ ഇങ്ങനെ നേരിട്ട് കാണാൻ ഇതിലേറെ ഭംഗിയാണ്. പിന്നെ നമ്മുടെ കയ്യിൽ ഷുഗർ ബോൾസൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് ഡെക്കറേഷന് വേണ്ടിയിട്ട് അതൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ആദ്യം ഞാൻ ഇട്ട് കൊടുത്തപ്പോൾ അതൊക്കെ താന്നു പോയി. അപ്പോൾ എന്നെ സെറ്റായ ശേഷമാണ് ഞാൻ വീണ്ടും കുറച്ച് ഷുഗർ ബോൾസും കൂടെ ആഡ് ചെയ്തിട്ട് ഡെക്കറേറ്റ് ചെയ്തെടുത്തത്. അതൊക്കെ നിങ്ങളെ ഭാവനക്കനുസരിച്ച് നിങ്ങൾക്കിത് നല്ല മനോഹരമാക്കി മാറ്റാം ഈ ഒരു പുഡിങ്. അപ്പോൾ ഞാനിത് ഒന്ന് തണുത്ത് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റായ ശേഷമാണ് ഷുഗർ ബോൾസൊക്കെ ആഡ് ചെയ്തത്. അല്ലാതെ അതിൽ മിക്സായിപ്പോയി. അല്ലാതെ ആഡ് ചെയ്തപ്പോൾ ഇതാ ഞാനിങ്ങനെ ഈ ഒരു ലൈറ്റ് ബ്ലൂ കളറിൽ കുറച്ച് ഷുഗർ ബോൾസും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കാണാൻ നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി പുഡിങ്ങാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പോൾ ഒരു റാഫല്ലോ പുഡിങ് കൂടെ ഞാനിപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യാം. അതുപോലെ ടോഫി പുഡിങ് അതിൻ്റെ റെസിപ്പി ഞാൻ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേ കേട്ടോ. അപ്പോൾ ഇനി മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ.